പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇൻ്റഗ്രൽ തിയറം 6.12 സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഇഫ് f1 of x less than or equal to f2 of x on the closed interval ab, then integral a to b f1 d alpha less than or equal to integral a to b f2 d alpha. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ഫംഗ്ഷൻ f1 ആൻഡ് f2 വേർ f1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ വാല്യൂ f2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് f1ൻ്റെ റീമാൻ ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു f2ൻ്റെ റീമാൻ ഇൻ്റഗ്രലാണെന്നാണ് കാണിക്കേണ്ടത്. പ്രൂഫ് നോക്കാം. സിൻസ് f1 ബിലോങ്സ് ടു ആർ ആൽഫ, അതായത് f1 എന്ന് പറയുന്നത് റീമാൻ സ്റ്റിൽജസ് ഇൻ്റഗ്രൽ ആയ കാരണം നമുക്ക് ഈ ഒരു കണ്ടീഷൻ എഴുതാം. ഈ ഒരു കണ്ടീഷൻ എഴുതാം, അതായത് infima of the upper sum equal to suprema of the lower sum equal to the actual integral. അതേപോലെ f2 belongs to r alpha ആയ കാരണം നമുക്ക് പറയാം infimum of the upper sum equal to supremum of the lower sum equal to the actual integral a to b f2 d alpha എന്ന് പറയാം. ഇനി ലെറ്റ് പി ബി എ പാർട്ടീഷൻ ഓഫ് ദ ഇൻ്റർവെൽ എ ബി, അതായത് എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെലിൻ്റെ ഒരു പാർട്ടീഷനാണ് പി എന്ന് വിചാരിക്കുക. പി എങ്ങനെയാണെന്ന് വെച്ചാൽ എ ഈക്വൽ ടു എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് വൺ ലെസ് ദാൻ എക്സിട്ര ലെസ് ദാൻ എക്സ് എൻ ഈക്വൽ ടു ബി ആണ്. ഇനി കൺസിഡർ ദ സബ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ, അതായത് ഈ പാർട്ടീഷനത്തെ ഒരു സബ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എന്ന് പറഞ്ഞൊരു സബ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാം. ലെറ്റ് mi dash capital Mi dash be the infimum and the supremum of the function f1 and mi double dash capital Mi double dash be the infima and the suprema of f2 in the subinterval xi minus 1 xi. അതായത് xi മൈനസ് 1 xi എന്ന് പറഞ്ഞ സബ് ഇൻ്റർവെലത്തെ f2ൻ്റെ ഇൻഫീമും സുപ്രീമും ആണ് mi ഡബിൾ ഡാഷും ക്യാപിറ്റൽ എം ഐ ഡബിൾ ഡാഷും. അതേപോലെ ഈ സബ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐലത്തെ എഫ് വണ്ണിൻ്റെ ഇൻഫീമും സുപ്രീമും ആണ് എം ഐ ഡാഷ് ക്യാപിറ്റൽ എം ഐ ഡാഷ്. അതാണ് പറഞ്ഞേക്കണേ. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് f1 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു f2 ഓഫ് എക്സ് ഓർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ബി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എം ഐ ഡാഷ് ക്യാപിറ്റൽ എം ഐ ഡാഷ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഐ ഡബിൾ ഡാഷ് ഫോർ ഓൾ ഐ എന്ന് എഴുതാം. അതായത് നമ്മുടെ f1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ വാല്യൂ എല്ലാ വാല്യൂകളും f2 എന്ന് പറഞ്ഞ ഫംഗ്ഷനേക്കാളും ചെറുതാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ എം ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ആ സബ് ഇൻ്റർവെലത്തെ സുപ്രീമാണ് എം ഐ, എഫ് വണ്ണിൻ്റെ സുപ്രീമാണ്. അപ്പോൾ ഈ എം ഐ ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഐ ഡബിൾ ഡാഷ് നമുക്ക് എഴുതാം. ഈ ഒരു കണ്ടീഷനുള്ള കാരണം നമുക്ക് ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇനീക്വാലിറ്റിയിൽ ഡെൽറ്റ ആൽഫ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എം ഐ ഡാഷ് ഡെൽറ്റ ആൽഫ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഐ ഡബിൾ ഡാഷ് ഡെൽറ്റ ആൽഫ ഐ എന്ന് കിട്ടും. അതായത് ആ സബ് ഇൻ്റർവെല്ലിലത്തെയാണ് കിട്ടുക. അപ്പോൾ മൊത്തം ഇൻ്റർവെൽ എ ബി കിട്ടാൻ വേണ്ടി നമ്മൾ സമ്മേഷൻ ചെയ്യും. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എം ഐ ഡാഷ് ഡെൽറ്റ ആൽഫ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എം ഐ ഡബിൾ ഡാഷ് ഡെൽറ്റ ആൽഫ ഐ ചെയ്യും. ഈ ഒരു ടേം എന്ന് പറയുന്നത് അപ്പർ സം ആണ്. അപ്പർ സം വിത്ത് ദ ഫങ്ഷൻ f1 ആണ്. ആൻഡ് അതേപോലെ ഈ ഒരു ടേം എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എം ഐ ഡബിൾ ഡാഷ് ഡെൽറ്റ ആൽഫ എന്ന് പറയുന്നത് ഈസ് ദ സുപ്രീമം വിത്ത് ദ ഫങ്ഷൻ f2 ആണ്. നെക്സ്റ്റ് ഈ ഒരു കണ്ടീഷനുള്ള കാരണം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻഫീമ ഓഫ് യു പി എഫ് വൺ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫീമ ഓഫ് യു പി എഫ് ടു ആൽഫ വേർ
infima is taken over all partition of the interval എ ബി എന്ന് എഴുതാം. ആൻഡ് ഇൻഫീമ ഓഫ് യു പി എഫ് വൺ ആൽഫയാണ് ഈ ഒരു ടേം. നമ്മൾ ഇതിൻ്റെ നൊട്ടേഷനാണ് ഇൻ്റഗ്രൽ എ ടു ബി ഡാഷ് എഫ് വൺ ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫീമം യു പി എഫ് ടു ആൽഫ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇൻ്റഗ്രൽ എ ടു ബി ഡാഷ് എഫ് ടു ഡി ആൽഫ. ആൻഡ് ഈ ഒരു നമ്മുടെ സിൻസ് എഫ് വൺ ആൻഡ് എഫ് ടു ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആയ കാരണം നമുക്കറിയാം ദി ഇൻഫീമം ഓഫ് ദ അപ്പർ സം ഈക്വൽ ടു ദ ആക്ച്വൽ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി ഡാഷ് എഫ് വൺ ഡി ആൽഫ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് വൺ ഡി ആൽഫയാണ് എന്നറിയാം, സിൻസ് എഫ് വൺ ബിലോങ്സ് ടു ആർ ആൽഫ. അതേപോലെ നമുക്ക് ഈ ഒരു ടൈമിന് മാറ്റി ഇങ്ങനെ എഴുതാം, കാരണം എഫ് ടു ബിലോങ്സ് ടു ആർ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ദ ഇൻഫീമം ഓഫ് അപ്പർ സം ഈക്വൽ ടു ദ ആക്ച്വൽ ഇൻ്റഗ്രൽ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം മാറ്റിയിട്ട് ഈ ഒരു ടേം എഴുതാം. സോ നമുക്കിങ്ങനൊരു ഇക്വേഷൻ കിട്ടും, ഇൻ്റഗ്രൽ എ ടു ബി എഫ് വൺ ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ടു ഡി ആൽഫ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് പ്രോപ്പർട്ടിയാണ്, ഇഫ് എഫ് ബിലോങ്സ് ടു ആർ ആൽഫ ഓൺ ദ ഇൻ്റർവെൽ എ ബി ആൻഡ് ഇഫ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൺ ദ ഇൻ്റർവെൽ എ ബി, then mod integral a to b f d alpha less than or equal to m into alpha of b minus alpha of a. അതായത് എഫ് ബിലോങ്സ് ടു ആർ ആൽഫയാണ് ഓൺ ദി ഇൻ്റർവെൽ എ ബി ആൻഡ് ഇഫ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ ഓൺ ദി ഇൻ്റർവെൽ എ ബി, ദെൻ നമുക്ക് ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്, മോഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ. പ്രൂഫ് നോക്കാം. സോ നമുക്കിവിടെ തന്നിട്ട് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ദ ഇൻ്റർവെൽ എ ബി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഇതിന് നമുക്ക് മൈനസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ബി എന്ന് എഴുതാം. ആൻഡ് പി ബി എ പാർട്ടീഷൻ ഓഫ് ദ ഇൻ്റർവെൽ എ ബി, അതായത് എ ബി എന്ന് പറഞ്ഞ ആ ഇൻ്റർവെല്ലിൻ്റെ ഒരു പാർട്ടീഷനാണ് പി. പി ഈക്വൽ ടു എ ഈക്വൽ ടു എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് വൺ ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ എക്സിന് ഈക്വൽ ടു ബി. അങ്ങനെയാണ് പാർട്ടീഷൻ. എം ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എന്ന് പറയുന്ന ആ സബ് ഇൻ്റർവെല്ലിൻ്റെ ഫംഗ്ഷൻ്റെ സുപ്രീമം വാല്യൂ ആണ് എം ഐ. അങ്ങനെയാണെങ്കിൽ ഈ എം ഐ എന്തായാലും മൈനസ് എം ഇൻറ്റു എമ്മിൻ്റെ ഇടയിൽ കിടക്കും, കാരണം നമ്മുടെ ഹോൾ ഫംഗ്ഷൻ വാല്യൂ മൈനസ് എം ഇൻറ്റു എമ്മിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ എം ഐ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എം ഐ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സബ് ഇൻ്റർവെല്ലിത്തെ സുപ്രീമം വാല്യൂ ആണ്. അവരെന്തായാലും ഈ മൈനസ് എമ്മിൻ്റെ എമ്മിൻ്റെ ഇടയിൽ കിടക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡെൽറ്റ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമുക്ക് മൈനസ് എം ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഐ ഡെൽറ്റ ആൽഫ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ ആൽഫ എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമ്മേഷൻ ചെയ്യുമ്പോൾ മൈനസ് എം ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഡെൽറ്റ ആൽഫ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ക്യാപിറ്റൽ എം ഐ ഡെൽറ്റ ആൽഫ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഡെൽറ്റ ആൽഫ ഐ കിട്ടും. ഇനി നമ്മൾ ഈ സമ്മേഷൻ റൺ ചെയ്യാണ്. ഈ ഒരു ടേം നമുക്ക് ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ എന്ന് കിട്ടും. സോ മൈനസ് എം ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ ആയി മാറും. ഈ ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു ടേം നമുക്ക് പിന്നെ പറയാം. ഇനി നെക്സ്റ്റ് ഇവിടെ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഡെൽറ്റ ആൽഫ എന്ന് പറയുന്നത് എം ഇൻറ്റു ഇത് നമ്മൾ സമ്മേഷൻ ചെയ്യുമ്പോൾ ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ ആവും. ഇനി ഈ ഒരു ടേം എന്ന് പറയുന്നത് ആക്ച്വലി അപ്പർ സം ആണ്. അതായത് സുപ്രീമ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഇൻറ്റു സി സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എന്ന് പറയുന്നത് അപ്പർ സം ആണ്. അപ്പോൾ ഈ അപ്പർ സമ്മിൻ്റെ വാല്യൂ ഈ അപ്പർ സമ്മിൻ്റെ വാല്യൂ ഈ രണ്ട് ടേംസിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻഫിമം ഓഫ് ദിസ് അപ്പർ സമ്മും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് കിടക്കുക. സോ ഇപ്പോൾ നമ്മൾ അതിന് പകരം നമ്മൾ ഇൻഫിമം ഓഫ് യു പി എഫ് ആൽഫ എന്ന് എഴുതി. ആൻഡ് ഈ ഇൻഫിമം ഓഫ് യു പി എഫ് ആൽഫ ഈക്വൽ ടു ദ ആക്ച്വൽ ഇൻ്റഗ്രൽ ആവും. കാരണം എഫ് എന്ന് പറയുന്നത് എഫ് ബിലോങ്സ് ടു ആർ ആൽഫ ആയ കാരണം നമുക്കറിയാം ഇൻഫിമം ഓഫ് ദ അപ്പർ സം ഈക്വൽ ടു ദ ആക്ച്വൽ ഇൻ്റഗ്രൽ ആണെന്ന് അറിയാം. അങ്ങനെയാണ് ഈ ടേം നമ്മൾ ഈ ഒരു ടേമിന് പകരം ഇവിടെ റീപ്ലേസ് ചെയ്തു. സോ നമുക്ക് ഇങ്ങനൊരു ഇനീക്വാലിറ്റിയാണ് കിട്ടിയത്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി മോഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ എന്ന് എഴുതാം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യിക്കാൻ ഉണ്ടായിരുന്നത്. താങ്ക് യു.